ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. അഥ ദ്വിതീയോധ്യായഃ. വ്യാസ ഉവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണിഃ പ്രതിപൂജ്യ വചസ്തേഷാം പ്രവക്തുമുപചക്രമേ. വ്യാസ ഉവാച. വ്യാസഃ ഉവാച. വ്യാസർ പറഞ്ഞു. വിപ്രാണാം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ ഇതി സംപ്രശ്ന സംഹൃഷ്ടഃ ഇപ്രകാരമുള്ള നല്ല ചോദ്യത്താൽ നന്നായി സന്തോഷിച്ച. അതെന്താ അപ്പൊ നല്ല ചോദ്യം? അങ്ങനെയാണ് കേട്ടോ. ശരിയായിട്ടുള്ള ചോദ്യവും ഉണ്ട്, വേണ്ടാത്ത ചോദ്യങ്ങളും ഉണ്ട്. അപ്പൊ അതിൽ നന്നായി ചോദിച്ചു എന്ന് പറഞ്ഞാലോ, മറ്റു ലോകർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചോദ്യം ചോദിച്ചു. അങ്ങനെ സന്തോഷിച്ചു, ഗുരു സന്തോഷിച്ചു. അങ്ങനെയുള്ള രോമഹർഷണിഹി, രോമഹർഷണന്റെ പുത്രൻ, തേഷാം വചഃ പ്രതിപൂജ്യ, അവരുടെ വാക്കിനെ അഭിനന്ദിച്ചിട്ട്, നിങ്ങൾ നന്നായി ചോദിച്ചുട്ടോ എന്ന് അഭിനന്ദിച്ചിട്ട്, പ്രവക്തും ഉപചക്രമേ, നന്നായി പറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുവാനായി ഉപചക്രമേ ആരംഭിച്ചു. സൂത ഉവാച. യം പ്രൗരജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരോ വിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സൂതഃ ഉവാച. സൂതൻ പറഞ്ഞു. പ്രവ്രജന്തം, എല്ലാം ഉപേക്ഷിച്ചു പോകുന്നവനും. ഭക്തജനങ്ങൾക്ക് ഈ ശ്ലോകം ഓർമ്മ വരുന്നുണ്ടോ? എവിടെങ്കിലും കേട്ടതായിട്ട് ഓർമ്മ വന്നെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണം കേട്ടോ. എവിടെ നാം ഇത് പഠിച്ചു എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. എല്ലാം ഉപേക്ഷിച്ചു പോകുന്നവനും, അനുപേദം ഉപനയനം കഴിക്കാത്തവനും, അപേദകൃത്യം കൃത്യങ്ങളിൽ നിന്നൊഴിഞ്ഞവനുമായ യം യാതൊരുത്തനെ ഉദ്ദേശിച്ചിട്ട്, വിരഹകാതരഃ ദ്വൈപായനഃ വിയോഗം നിമിത്തം ദുഃഖിതനായ ദ്വൈപായനൻ വേദവ്യാസ മഹർഷി, പുത്ര ഇതി ഹേ പുത്ര എന്ന്, ആജുഹാവ ആഹ്വാനം ചെയ്തു, തന്മയതയാ അവന്റെ സ്വരൂപമായി ഭവിച്ചതുകൊണ്ട്, തരവഹ വൃക്ഷങ്ങൾ, അഭിനേദുഹു പ്രതിധ്വനിയെ പുറപ്പെടുവിച്ചു, സർവഭൂതഹൃദയം തം മുനിം ആനതഃ അസ്മി, എല്ലാ ഭൂതങ്ങളിലും ഹൃദയമായിരിക്കുന്ന ആ മഹർഷിയെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോ സൂതൻ തൻ്റെ ഗുരുവായ ശ്രീശുക പരബ്രഹ്മത്തെ നമസ്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ കർമ്മങ്ങൾക്കും അതീതനാകൊണ്ട് ഉപനയനം എന്ന ആ കർമാധികാരത്തെ പോലും സ്വീകരിക്കാതെ സർവവും ഉപേക്ഷിച്ച് ആത്മാരാമനായിക്കൊണ്ട് പിതാവിനെയും വെടിഞ്ഞ് സന്യസിച്ചു പോകുന്ന ശ്രീശുക ബ്രഹ്മത്തെ നോക്കിക്കൊണ്ട് വേദവ്യാസ മഹർഷി വിളിക്കുകയാണ്, ഹേ പുത്ര, എൻ്റെ ഉണ്ണി. അതല്ലേ എൻ്റെ അർത്ഥം. അപ്പോ 4 ഭാഗത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ അത്യുച്ചത്തില് ശബ്ദത്തെ പുറപ്പെടുവിച്ചു, പുത്രഭാവത്തില്. അവൻ പുത്രനാണെങ്കിൽ ഞങ്ങളെല്ലാം നിനക്ക് പുത്രൻ തന്നെ. അപ്പോ എന്താ അതിന്റെ അർത്ഥം? എങ്ങും ശ്രീശുകര് ബ്രഹ്മമാണ്, ഞങ്ങളെല്ലാം ബ്രഹ്മമാണ്. ശുകമയം, ബ്രഹ്മമയം. ഈ ശ്രീശുകൻ തന്നെ ഈ പിതാവിന്റെ ആ പുത്രേഷണയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വൃക്ഷങ്ങളിലൂടെ പോലും ശബ്ദിച്ചു. അദ്ദേഹം ശബ്ദിച്ചാൽ എല്ലാം ശബ്ദിക്കും എന്ന് പറയുന്നു.
അപ്പോ ഇങ്ങനെ മമതാബന്ധത്തിൽ നിന്നൊഴിഞ്ഞ് വർത്തിക്കുന്ന ആ മഹർഷിയെ, ഇതാ എല്ലാ ഭൂതങ്ങളിലും ഹൃദയമായിരിക്കുന്ന മഹർഷിയെ ഞാൻ നമസ്കരിക്കുന്നു. നമുക്ക് ഏവർക്കും വേണ്ടിയിട്ട് നമുക്കും നമസ്കരിക്കാം. അടുത്ത ശ്ലോകം വായിക്കട്ടെ. 3-ാമത്തെ ശ്ലോകം. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. യഹ സ്വാനുഭാവം അഖില ശ്രുതിസാരം ഏകം അധ്യാത്മദീപം അതിതിതീർഷതാം തമഹ അന്ധം തമോന്ധം. ഇങ്ങനെയാണ് പിരിക്കുക. സ്വാനുഭാവം അതായത് അസാധാരണമായ മഹിമയുള്ളതും, അഖില ശ്രുതിസാരം സർവവേദസാരവും, ഏകം രണ്ടില്ലാത്തതും അതായത് അദ്വിതീയവും, അന്ധം തമഹ സംസാരമാകുന്ന അന്ധകാരത്തെ അതിതിതീർഷതാം കടക്കുവാൻ ആഗ്രഹിക്കുന്ന സംസാരിണാം സംസാര ബന്ധമുള്ളവർക്ക്, അധ്യാത്മദീപം ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതുമായ, പുരാണഗുഹ്യം പുരാണ രഹസ്യത്തെ, കരുണയാ യഹ ആഹ കാരുണ്യത്തോടുകൂടി യാതൊരുവൻ പറഞ്ഞുവോ, മുനീനാം ഗുരും മഹർഷിവര്യന്മാരുടെയും ഗുരുവായ, തം വ്യാസസൂനും ആ വ്യാസപുത്രനെ, ഉപയാമി ശരണം പ്രാപിക്കുന്നേ. ഇപ്പോ സംസാരമാകുന്ന സമുദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഘോരമായ അന്ധകാരത്തിൽ നിന്ന് മുക്തിക്കായിക്കൊണ്ടാണ് ഏവരും ശ്രീമദ് ഭാഗവതത്തിന്റെ മുമ്പിലെത്തുന്നത്. അവർക്കോടുള്ള കരുണ കൊണ്ട് ആ അസാധാരണ മഹിമയുള്ളതും വേദസാരവുമായ മറ്റൊന്നിനോട് ഉപമിക്കുവാൻ സാധിക്കാത്തതായ ആത്മസ്വരൂപത്തെ നന്നായി പ്രകാശിപ്പിക്കുന്ന പുരാണ രഹസ്യത്തെ ഇത്രയും നന്നായിട്ട് കരുണയോടുകൂടി പറഞ്ഞുവോ, നിങ്ങൾക്ക് ഇതിലൂടെ മോക്ഷമുണ്ടാകട്ടെ എന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടി വിഷയാന്ധന്മാരോടുള്ള കരുണയോടുകൂടി പറഞ്ഞുവോ, ആ മഹർഷിയുടെ ഗുരുവായ മുനീനാം മുനിം എന്നാണല്ലോ, അതായത് എല്ലാവർക്കും ഗുരുവായ വ്യാസപുത്രനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിന്റെ ധ്യാന ശ്ലോകങ്ങളായിട്ട് ഇതെല്ലാം നാം ചേർത്ത് വയ്ക്കും. ധ്യാന ശ്ലോകങ്ങൾ എന്തിനാ? എന്തെങ്കിലും ശ്ലോകങ്ങൾ മുമ്പിൽ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഏകാഗ്രമായി കിട്ടും. എത്രത്തോളം നമുക്ക് ചേർക്കുകയും ചെയ്യാം. സമയമില്ലെങ്കിൽ ഒരെണ്ണം ചൊല്ലിയാലും മതി. ഒന്നും ചൊല്ലിയില്ലേലോ. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര ഭവാന്നവാൻ. അത്രയെങ്കിലും ചൊല്ലില്ലേ? അത്രയേ ഉള്ളൂ. ഗുരു വന്ദനമാണ് ഈ ചെയ്യുന്നത്. അടുത്തേത് ഗുരുക്കന്മാരെയും സരസ്വതി ദേവിയും ഒക്കെ നമസ്കരിക്കുകയാണ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണം നാരായണനെയും, നരോത്തമം നരോത്തമനായ നരൻ മനുഷ്യരിൽ ശ്രേഷ്ഠനായ നരം ച ഏവ നരനെയും, ദേവിയും സരസ്വതിയും വാഗ്ദേവതയായ സരസ്വതിയെയും, വ്യാസം ച വ്യാസഭഗവാനെയും നമസ്കൃത്യ നമസ്കരിച്ചിട്ട്, തതഹ ജയം ഉദീരയേത് പിന്നീട് ഈ ഗ്രന്ഥത്തെ ജയം ഈ ഗ്രന്ഥത്തെ ഉദീരയേത് പറയുവാൻ ആരംഭിക്കുന്നേ. മഹാഭാരതത്തിനും ജയം എന്ന ഒരു പേര് കൽപ്പിച്ചിരുന്നു എന്ന് പറയും. അതേപോലെ ജയം എന്ന് പറഞ്ഞാൽ ജയത്തെ സംബന്ധിക്കുന്നത് തന്നെയല്ലേ. ജയം ഭഗവാൻ തന്നെയല്ലേ. ഭഗവാനെ ആർക്കെങ്കിലും തോൽപ്പിക്കുവാൻ സാധിക്കുമോ? അജയ്യനാണ് ഭഗവാൻ. ഭഗവാനാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. നമസ്കരിച്ചുകൊണ്ടാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത്.
അങ്ങനെ ഏതൊന്നു ചൊല്ലിയാൽ ഭഗവാൻ സന്തുഷ്ടനാകും, ആ ശ്രീകൃഷ്ണ കഥയാണ് ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നത്. ഭഗവാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ ഈ ഹൃദയത്തിൽ തെളിഞ്ഞു വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ എളിയ വാക്കുകളിൽ ഭഗവാൻ സന്തുഷ്ടനായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ സംരംഭത്തെ ഭഗവത് പാദങ്ങളിൽ സാക്ഷാത് പൊന്നു ഗുരുവായൂരപ്പന്റെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.